അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബീഹാർ ഇലക്ഷൻ്റെ ഒപ്പീനിയൻ പോൾ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 243 അംഗ നിയമസഭ BJP JDU സഖ്യമാണ് ഭരിക്കുന്നത്. നിലവിൽ നിതീഷ് കുമാറാണ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രി. 243 അംഗ നിയമസഭയിൽ RJD ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. RJD ലാലു പ്രസാദ് യാദവിൻ്റെ RJDക്കാണ് 75 സീറ്റുകളാണ് RJDക്കുള്ളത്. BJPക്കുള്ളത് 74 സീറ്റും. നിലവിലെ സഖ്യത്തിൽ മത്സരിക്കുകയാണെങ്കിൽ വിവിധ ജില്ലകളിലായി ഏതെല്ലാം പാർട്ടികൾക്ക് എത്രയെല്ലാം സീറ്റുകളാണ് നേടാൻ കഴിയുക എന്നുള്ളതാണ് ഒപ്പീനിയൻ പോൾ പറയുന്നത്. ഒന്നാമത്തെ ജില്ല അരാരിയയാണ്. അരാരിയയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റിൽ 2 സീറ്റ് NDAയും 4 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല അർവാളാണ്. അർവാളിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റിൽ ഇന്ത്യ സഖ്യവും BJP സഖ്യവും ഓരോ സീറ്റുകൾ വീതം നേടും. അടുത്തത് ഡണ്ടയാണ്. ഡണ്ടയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റിൽ 2 സീറ്റ് NDA സഖ്യവും 3 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് ഔറംഗാബാദാണ്. ഔറംഗാബാദിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റിൽ 2 സീറ്റ് NDA സഖ്യവും 4 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല ബെഗുസരായിയാണ്. ബെഗുസരായിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റിൽ 3 സീറ്റ് NDA സഖ്യവും 4 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല ഭഗൽപൂരാണ്. ഭഗൽപൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റിൽ 3 സീറ്റ് NDA സഖ്യവും 4 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല ഭോജ്പൂരിയാണ്. ഭോജ്പൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റിൽ 2 സീറ്റ് NDA സഖ്യവും 5 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്ത ജില്ല ബക്സാറാണ്. ബക്സാറിൽ 4 സീറ്റുകളുള്ളത്. 4ൽ 4ഉം ഇന്ത്യ സഖ്യമാണ് നേടുക. അടുത്ത ജില്ല ദർഭംഗയാണ്. ദർഭംഗയിൽ 6 സീറ്റുകളുള്ളത്. 6 സീറ്റിൽ 3 സീറ്റ് വീതം ഇരു സഖ്യവും നേടും. അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരനാണ്. ഈസ്റ്റ് ചമ്പാരനിൽ 12 സീറ്റുകളുള്ളത്. 12 സീറ്റിൽ 5 സീറ്റ് NDAയും 6 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റുള്ളവരുമാണ് നേടുക. അടുത്തത് പൊയ് ഡിസ്ട്രിക്റ്റാണ്. പൊയ് ഡിസ്ട്രിക്റ്റിൽ 10 സീറ്റുകളുള്ളത്. 10 സീറ്റിൽ 5 സീറ്റ് NDA സഖ്യവും 5 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് ഗോപാൽഗഞ്ചാണ്. ഗോപാൽഗഞ്ചിൽ 6 സീറ്റാണുള്ളത്. 6 സീറ്റിൽ 3 സീറ്റ് വീതം NDA സഖ്യവും ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് ജാമുയിയാണ്. ജാമുയിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് NDAയും 3 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് ജഹാനാബാദാണ്. ജഹാനാബാദിൽ 5 സീറ്റാണുള്ളത്. 5 സീറ്റിൽ 2 സീറ്റ് NDA സഖ്യവും 3 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് ഗഗാരിയയാണ്. ഗഗാരിയയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് NDA സഖ്യവും 2 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് കിഷൻഗഞ്ചാണ്. കിഷൻഗഞ്ചിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റ് ഇന്ത്യ സഖ്യവും 2 സീറ്റ് NDA സഖ്യവും നേടും. അടുത്ത ജില്ല കൈമൂറാണ്. കൈമൂറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് NDA സഖ്യവും 2 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് കതിഹാറാണ്. കതിഹാറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റ് NDA സഖ്യവും 4 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് ഗലിസരായിയാണ്. ഗലിസരായിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റിൽ 2ഉം NDA സഖ്യമാണ് നേടുക. അടുത്ത ജില്ല മധുബനിയാണ്. മധുബനിയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റിൽ 5 സീറ്റ് വീതം ഇന്ത്യ സഖ്യവും NDA സഖ്യവും നേടും. അടുത്ത ജില്ല മുൻഗറാണ്. മുൻഗറയിൽ 3 സീറ്റുകളുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് NDA സഖ്യവും 2 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് മധേപുരയാണ്. മധേപുരയിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് NDA സഖ്യവും 2 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് മറ്റുള്ളവരും നേടും. അടുത്തത് മുസാഫർപൂരാണ്. മുസാഫർപൂരിൽ 11 സീറ്റുകളുള്ളത്. 11 സീറ്റിൽ 2 സീറ്റ് NDA സഖ്യവും 8 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് നളന്ദയാണ്. നളന്ദയിൽ 7 സീറ്റുകളുള്ളത്. 7 സീറ്റിൽ 2 സീറ്റ് NDA സഖ്യവും 5 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് നവാഡയാണ്. നവാഡയിൽ 5 സീറ്റുകളുള്ളത്. 5 സീറ്റിൽ 3 സീറ്റ് NDA സഖ്യവും 2 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് പട്നയാണ്. പട്നയിൽ 14 സീറ്റുകളുള്ളത്. 14 സീറ്റുകളിൽ 6 സീറ്റ് NDA സഖ്യവും 8 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് പൂർണിയയാണ്. പൂർണിയയിൽ 7 സീറ്റുകളുള്ളത്. 7 സീറ്റിൽ 3 സീറ്റ് NDA സഖ്യവും 4 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് റോഹ്താസാണ്. റോഹ്താസിൽ 7 സീറ്റുകളുള്ളത്. 7 സീറ്റിൽ 2 സീറ്റ് NDA സഖ്യവും 5 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് സർഹാസയാണ്. സർഹാസയിൽ 7 സീറ്റുകളുള്ളത്. 7 സീറ്റിൽ 4 സീറ്റ് NDA സഖ്യവും 3 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് സമസ്തിപൂരാണ്. സമസ്തിപൂരിൽ 10 സീറ്റുകളുള്ളത്. 10 സീറ്റിൽ 4 സീറ്റ് NDA സഖ്യവും 6 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് ഷിവറാണ്. ഷിവറിൽ 10 സീറ്റാണുള്ളത്. 10 സീറ്റിൽ 9 സീറ്റ് NDAയും 1 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് ഷെയ്ഖ്പുരയാണ്. ഷെയ്ഖ്പുരയിൽ 2 സീറ്റാണുള്ളത്. 2ൽ 2ഉം ഇന്ത്യ സഖ്യമാണ് നേടുക. അടുത്തത് ശരണാണ്. ശരണിൽ 10 സീറ്റാണുള്ളത്. 10 സീറ്റിൽ 6 സീറ്റ് NDA സഖ്യവും 4 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് സീതാമണിയാണ്. സീതാമണിയിൽ 8 സീറ്റാണുള്ളത്. 8 സീറ്റിൽ 5 സീറ്റ് NDAയും 3 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് സുപോളാണ്. സുപോളിൽ 5 സീറ്റാണുള്ളത്. 5 സീറ്റിൽ 2 സീറ്റ് NDA സഖ്യവും 3 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് ശിവനാണ്. ശിവനിൽ 8 സീറ്റാണുള്ളത്. 8 സീറ്റിൽ 4 സീറ്റ് വീതം ഇന്ത്യ സഖ്യവും
NDA സഖ്യവും നേടും. അടുത്തത് വൈശാലിയാണ്. വൈശാലിയിൽ 8 സീറ്റാണുള്ളത്. 8 സീറ്റിൽ 5 സീറ്റ് NDA സഖ്യവും 3 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. അടുത്തത് PD ചമ്പാരൻ ബഞ്ചാണ്. 9 സീറ്റുകളാണ് ഉള്ളത്. 9 സീറ്റിൽ